ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് മച്ചന്മാരുടെ ശേഷം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം വൈറ്റ് മച്ചാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യൻ്റെ ആ മൂലക്കുള്ള ഒരു ഗ്രാമത്തിലോട്ടാണ്, താങ് വില്ലേജ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങനെ ഇന്നലെ എന്നത് ഈ ഹോട്ടലിലാട്ടാ, വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി. പോകുന്ന വഴിക്ക് ഇതേപോലത്തെ അടിപൊളി മനോഹരമായ പുഴകൾ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടാ, നല്ല നീല കളർ വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് നമ്മൾ ബുറാക്ക് ഒരു 125cc വണ്ടി കേട്ടാ. അപ്പോൾ നമ്മൾ കാണണം ഇവിടെ ഉള്ള ഫുൾ ഹിമാലയ കേട്ടോ, കണ്ട അപ്പോൾ വേണ്ടിയില്ലേ, ഫുൾ ഹിമാലയാണ്. ആ കണ്ട ഹിമാലയക്കടി നമ്മളെ വണ്ടി പിടിച്ചിരിക്കാൻ നമ്മളെ വണ്ടി റേഞ്ച് വേറെ. ഈ കാണുന്ന പട്ടിക്കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കിട്ടും വിചാരിച്ചു അവിടെ നിൽക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു സാധനം ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ കാണുന്ന ബോർഡ് കണ്ടില്ലേ നിങ്ങൾ, അതിന് എഴുതിയിട്ടുണ്ട് പച്ച ഇംഗ്ലീഷിൽ. അതായത് ഇനി വേറെ 3 കിലോമീറ്ററിലോട്ടാണ് നമ്മൾ ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമത്തിലോട്ടാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ചാടിച്ച നേരത്തെ ഇതേ കാണൊരു മട ഗുഹ, ഇത് കൊടുക്കാന്നറിയില്ല കേട്ടോ. പോണത് തോന്നുന്നു കക്കൂസാന്ന് തോന്നുന്നുണ്ട്. ഇത്രയും വൃത്തിയുള്ള അരിച്ചാലിലെ വെള്ളം ഞാൻ കണ്ടിട്ട് കേട്ടാ, കണ്ടുകണെങ്കിൽ കമന്റ്. അങ്ങനെ കാശ്മീരിൽ വന്നിട്ട് ജിലേബി ഇന്ന് പരാതി ഉണ്ടല്ലോ, നല്ല അടിപൊളി ജിലേബി ഇട്ടിട്ടാ. ആ കജ്ജോണ്ട് ബാരിടുന്നതാണ് നല്ല അടിപൊളി കൊക്കവടട്ടാ, അങ്ങനെ തുർത്തുക്കിലെ കൊക്കവട. അടിപൊളി സാധനട്ടാ, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. തൊട്ട അങ്ങനെ കടിച്ചങ്ങനെ പിരിപിരി അറിയും. അങ്ങനത്തെ അവിടുന്ന് വിട്ടതേ നമ്മളിത് താങ് വില്ലേജിലെത്തി. ഇതാണ് റോഡ് എൻ്റെ. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ചെയ്യട്ടാ മക്കളെ. ഇന്ത്യൻ്റെ ഏറ്റവും മേലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഞാൻ അപ്പുറത്ത് കൂടി തുറന്നു പോകാൻ നിൽക്കുന്നില്ല, വെടി ഏത് വൈക്ക് കൂടിയേ വരാന്ന് വരാൻ പറ്റില്ല. എല്ലാവർക്കും ഹിമാലയ ഒന്നും വേണ്ട, നമ്മളെ ബുറാക്ക് മതി. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നിൽക്കണേ. അപ്പോൾ നമ്മളിതേ കജ്ജൂടുള്ള ഭാഗത്താണ് നമ്മൾ പാകിസ്ഥാൻ. അവിടെ ഒരു കമ്പിയിലുള്ളൂ, മഴയും അതിലെടുത്ത് ആടട്ടാ, പ്രശ്നമൊന്നുമില്ല. എൻ്റെ 1971 നമ്മളെ മിലിറ്ററിക്കാരെ പിടിച്ചെടുത്ത സ്ഥലമാട്ടത്. ഇവിടെ നിൽക്കുമ്പോൾ എന്താ അറിയില്ല, ഒരു പ്രത്യേകത ഒരു ഫീല്, ഒരു രോമാ. നീ അല്ല എൻ്റെ കാറ്റ് പോകും. അപ്പോൾ ബാക്കി നാളെ.